പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. നമ്മൾ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവവചനത്തെ ദൈവത്തിൻ്റെ സ്വരമായിട്ട് നമ്മൾ സ്വീകരിക്കുന്ന മനോഭാവത്തോടെ വചനം പഠിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ ഈ വചനം പ്രകാശിക്കുകയും നമ്മളെ അത് വളർത്തുകയും ചെയ്യും. നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ നമ്മൾ കണ്ടത് ഇതുവരെ 8 വരെയുള്ള വാക്യങ്ങളാണ്. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 8 വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 9 മുതൽ 13 വരെ വാക്യങ്ങളാണ്. ഇത് ഏലിയായുടെ വരവിനെക്കുറിച്ചുള്ള ഭാഗമാണ്. അത് ഏലിയ മിശിഹ വരുന്നതിന് മുമ്പ് പ്രത്യക്ഷപ്പെടുമെന്നുള്ള ഒരു വാഗ്ദാനം നിലനിന്നിരുന്നതിനെപ്പറ്റി അപ്പോസ്തലന്മാർ ചോദിക്കുമ്പോൾ ഈശോ നൽകുന്ന മറുപടിയാണ്. നമുക്ക് ആ വാക്യം വായിക്കാം. 9-ാമത്തെ വാക്യം. മലയിൽ നിന്ന് ഇറങ്ങി വരികയാണ് അവർ കണ്ട കാര്യങ്ങൾ വായിക്കാം. മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നത് വരെ ആരോടും പറയരുതെന്ന് മലയിൽ നിന്നിറങ്ങിപ്പോരുമ്പോൾ അവൻ അവരോട് കൽപ്പിച്ചു. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഉത്ഥാനത്തെക്കുറിച്ചുള്ള മുൻകൂട്ടിയുള്ള അറിയിപ്പാണ്, ഈശോയുടെ രൂപാന്തരപ്പെടൽ. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ കണ്ട കാര്യങ്ങൾ മനുഷ്യപുത്രൻ. കണ്ട് ഈ വാക്ക് ശ്രദ്ധിച്ചില്ലേ, നമ്മൾ പറഞ്ഞില്ലേ മനുഷ്യപുത്രൻ, അതെപ്പോഴും യേശുവിൻ്റെ സഹനത്തോട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നത് വരെ ആരോടും പറയരുതെന്ന് മലയിൽ നിന്നിറങ്ങിപ്പോരുമ്പോൾ അവൻ അവരോട് കൽപ്പിച്ചു. മരിച്ചവരിൽ നിന്ന് ഉയർക്കുക എന്നത് എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ഈ വചനം രഹസ്യമായി സൂക്ഷിച്ചു. അതാണ് ഒരു പാഠം. ഇതറിയാമോ? അതായത് ബൈബിളിലെ ചില വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവില്ല. മനസ്സിലാവാത്തത് കൊണ്ട് ചില ആളുകൾ എന്താ ചെയ്യുന്നത് അറിയാം, പിന്നെ ഒരിക്കലും അത് വായിക്കില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വാക്യം ഞാൻ വായിക്കാം. അതായത് എനിക്ക് വായിക്കുമ്പോഴൊന്നും ഒരിക്കലും മനസ്സിലായിട്ടില്ലാതിരുന്ന ഒരു ഭാഗമുണ്ട്. അത് ഈ കോരിന്തോസ് ലേഖനത്തിൽ, അത് 2 കോരിന്തോസ് 3, ഞാൻ വായിക്കാം, നിങ്ങൾ വെറുതെ കേട്ടാൽ മതി. 2 കോരിന്തോസ് 3-ാം അധ്യായത്തിലാണ്. അത് 6 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. അവിടുന്ന് ഞങ്ങളെ എഴുതപ്പെട്ട നിയമത്താൽ അല്ല, ആത്മാവിനാൽ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരാകാൻ യോഗ്യരാക്കിയിരിക്കുന്നു. എന്തെന്നാൽ എഴുതപ്പെട്ട നിയമം മൃതിപ്പെടുത്തുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. കൽപ്പലകളിൽ എഴുതപ്പെട്ട മരണത്തിൻ്റെ നിയമം തേജസ്സിനാണ് നൽകപ്പെട്ടത്. ആ തേജസ് മങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പോലും ഇസ്രായേൽ ജനത്തിന് നോക്കാനാവാത്ത വിധം മോശയുടെ മുഖത്തെ ജ്വലിപ്പിച്ചു. അങ്ങനെയെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ എത്രയേറെ തേജസ്സുറ്റതായിരിക്കും. എന്തുകൊണ്ടെന്നാൽ ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജോമയമായിരുന്നെങ്കിൽ നീതിയുടെ ശുശ്രൂഷ അതിനേക്കാൾ കൂടുതൽ തേജോമയമായിരിക്കണം. ഒരിക്കൽ പ്രശോഭിച്ചിരുന്നത് അതിനെ അതിശയിക്കുന്ന മറ്റൊരു ശോഭ മൂലം നിഷ്പ്രഭമായി തീർന്നു. മങ്ങി മറഞ്ഞുപോയത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നത് തീർച്ചയായും അതിനേക്കാൾ തേജസ്സുള്ളതായിരിക്കണം. ഈ ദൃശ്യമായ പ്രത്യാശ ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഞങ്ങൾ ധൈര്യമുള്ളവരാണ്. മങ്ങിക്കൊണ്ടിരുന്ന തേജസ്സിൻ്റെ തിരോധാനം ഇസ്രായേൽക്കാർ ദർശിക്കാതിരിക്കാൻ വേണ്ടി മുഖത്ത് മൂടുപടം ധരിച്ച മോശയെപ്പോലെ അല്ല ഞങ്ങൾ. അവരുടെ മനസ്സ് കടുപ്പമേറിയതായിരുന്നു. അവർ പഴയ പ്രമാണം വായിക്കുമ്പോൾ അതേ മൂടുപടം ഇന്നും അവശേഷിക്കുന്നു. എന്തെന്നാൽ ക്രിസ്തുവിലൂടെ മാത്രമാണ് നീക്കപ്പെടുന്നത്. ഇന്നും മോശയുടെ ഗ്രന്ഥം വായിക്കുമ്പോഴെല്ലാം അവരുടെ മനസ്സിലൊരു മൂടുപടം കിടക്കുന്നുണ്ട്. ഒന്നും മനസ്സിലായിട്ടില്ലല്ലോ. അപ്പോൾ ആരെങ്കിലും കർത്താവിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീക്കപ്പെടുന്നു. കർത്താവ് ആത്മാവാണ്. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിലെന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ ദൈവത്തിൻ്റെ ദാനമാണ്. ഒന്നും മനസ്സിലായിട്ടില്ലായിരുന്നു. മനസ്സിലായില്ലേ? ഇത് കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല ഇത്. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ മനസ്സിലാവാതിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? അതാണ് ശിഷ്യന്മാർക്ക് ഇത് മനസ്സിലായില്ല. മരിച്ചവരിൽ നിന്ന് ഉയർക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ഈ വചനം രഹസ്യമായിട്ട് സൂക്ഷിച്ചു. ശ്രദ്ധിച്ചോണം. ബൈബിളിലെ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവാതെ വരുമ്പോൾ മനസ്സിലാവാത്ത വാക്യങ്ങൾ വരയിടണം. നമ്മൾ സാധാരണ മനസ്സിലാവുന്ന വാക്യങ്ങളല്ലേ വരയിടുന്നത്, മനസ്സിലാവുന്നതല്ല, നമുക്ക് ഇഷ്ടപ്പെടുന്നതല്ല നമ്മൾ അണ്ടർലൈൻ ചെയ്യുന്നത്. മനസ്സിലാവാത്തത് വരയിട്ട് വെക്കണം. മനസ്സിലായിട്ടില്ല, എന്നിട്ട് അത് രഹസ്യമായിട്ട് സൂക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ അതിനെ കളഞ്ഞിട്ടില്ല, സൂക്ഷിച്ചിട്ടുണ്ട്. കളഞ്ഞിട്ടില്ല, എടുത്തുപയോഗിക്കുന്നൊന്നുമില്ല. പക്ഷേ എപ്പോൾ ആ ഭാഗം തുറന്നാലും അത് വായിക്കണം. സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്, പക്ഷെ അത് വായിക്കണം, കളയരുത്. ഇതെനിക്ക് 100 വട്ടം ഉറപ്പാണ്. ജീവിതത്തിൽ ചില അനുഭവങ്ങൾ വരും. ആ അനുഭവങ്ങൾക്ക് ശേഷം പിന്നെ ഈ ബൈബിൾ തുറന്ന് ഇത് വായിക്കുമ്പോൾ അത് മനസ്സിലാവും. അതായത് ചില വചനങ്ങൾ മുളയ്ക്കണമെങ്കിൽ ചില സഹനങ്ങളിലൂടെ കടന്നു പോയാലേ പറ്റും.
അത് ഉറപ്പാണ്. നമുക്ക് 2018 മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ 2021 മനസ്സിലാവുന്നില്ലേ? അപ്പോൾ അതായത് ഇത് കളയരുത്. അപ്പോൾ ബൈബിൾ വായിക്കുന്ന അനേകരുടെ പ്രശ്നം, ഒത്തിരി പേര് ലേവ്യരുടെ പുസ്തകം വായിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ ഒരു നിരീക്ഷണത്തിലും ഞാൻ പഠിപ്പിച്ചതിലും ലേവ്യരുടെ പുസ്തകത്തിൽ കിടക്കുന്നതിൻ്റെ അത്രയും നിധി പുറപ്പാടിലുമില്ല, സംഖ്യയിലുമില്ല. കളയരുത്. അത് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ എന്താ പറയുന്നത്, മനസ്സിലാവുന്നില്ല. പക്ഷെ അത് ഇട്ടിരിക്കണം. ഇതിനെല്ലാം ദൈവവചനത്തിൽ ഒരു പതിരുമില്ല, എല്ലാം കതിരാണ്. ഇത് നമുക്ക് മനസ്സിലാവുന്നില്ലെന്നേ ഉള്ളൂ, ചിലപ്പോൾ അത് പിടികിട്ടത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ അതിനെ നമ്മൾ ലൈവായിട്ട് വെച്ചിരിക്കണം. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതാണ് ഈ മരിച്ച മലയിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ അവരോട് കൽപ്പിച്ചു, മരിച്ചവരിൽ നിന്ന് ഉയർക്കുക എന്നത് എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ഈ വചനം രഹസ്യമായി സൂക്ഷിച്ചു. പരിശുദ്ധ അമ്മ അതല്ലേ ചെയ്തേ? അവൾ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിനെക്കുറിച്ച് ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. മനസ്സിലായില്ലേ? ചില കാര്യങ്ങളുടെ അർത്ഥം ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ മേളത്തെ ആ കുടിലിൽ പിന്നെ എനിക്ക് ഭയങ്കരമായൊരു സഹനത്തിലൂടെ ഞാൻ കടന്നു പോവാണ്. ആരോടും പറയാൻ പറ്റുന്ന സാഹചര്യമല്ല. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് അതിങ്ങനെ ഒറ്റയ്ക്ക് സഹിക്കേണ്ട ഒരു സാധനമാണെന്ന് വെച്ചോ, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ എനിക്കാണെങ്കിൽ അങ്ങ് ഒരു സമാധാനമില്ല. ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, കിടക്കാൻ വയ്യ, ഭക്ഷണം വേണ്ട, അങ്ങനെ കിടന്ന് അനുഭവിക്കുന്ന സമയത്ത്, അപ്പം ചില സമയത്ത് ഇതുപോലെയുള്ള ഒരു അഗ്നിപരീക്ഷകളുടെ നടുവിലൂടെ നമ്മൾ പോകുമ്പോൾ കർത്താവ് വചനം തരും, വചനം തന്ന് ശക്തിപ്പെടുത്തും. അന്നാണെങ്കിൽ അങ്ങനെ ബൈബിൾ തുറക്കാൻ പോലും ഒരു പ്രേരണയില്ല എന്ന് പറഞ്ഞാൽ ഒരു ബൈബിൾ തുറക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ഞാൻ വിഷമിച്ചിരുന്ന സമയത്ത് ഞാൻ ഒന്ന് ഹൃദയം നൊന്ത് കരയുകയാണ്. ഞാൻ ആ നിലത്തിരുന്നു, നമ്മുടെ ആ നിലത്തിങ്ങനെ ഇരുന്നിട്ട് ഞാൻ ശരിക്കും എനിക്ക് എൻ്റെ നിയന്ത്രണം വിട്ട് ഞാൻ കരയുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ബൈബിൾ തുറക്കാൻ ഒരു പ്രേരണ കിട്ടി. ഞാൻ പെട്ടെന്ന് പോയി ബൈബിൾ എടുത്ത് തുറക്കുമ്പോൾ ഞാൻ കാണുന്ന ഇതാണ്: ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അത് മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, അവന് ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞു. എനിക്ക് ഭയങ്കര നിരാശ തോന്നി. നമുക്കൊരാശ്വാസം തരുന്നതിന് പകരം ഇതൊരു ഡ്രൈ വേഴ്സസ് എനിക്കങ്ങനെ തോന്നുകയാണ്. ഒന്നുകൂടെ ഞാൻ വായിച്ചു. ഒന്നുകൂടെ വായിക്കുമ്പോൾ എനിക്ക് അന്ന് വരെ മനസ്സിലാകാതിരുന്നൊരു വചനം എന്നറിയാമോ? അത് മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, അത് ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ആ ഒരു വാക്യമുണ്ടല്ലോ, അതിനെ കീഴടക്കാൻ ഇരുട്ടിന് കഴിയില്ല. എൻ്റെ ദൈവമേ, എനിക്ക് ആ വാക്യം അപ്പോഴാണ് മനസ്സിലായത്. ഞാനിങ്ങനെ സ്പ്രിങ് പൊങ്ങുന്ന പോലെ പൊങ്ങി. മനസ്സിലായോ? കഥ അടച്ച് പുറത്തിറങ്ങി ബാക്കി എൻ്റെ കാര്യങ്ങൾ. എനിക്ക് ഭയങ്കര എനർജി എന്ന് പറഞ്ഞാൽ അത്രയും ഞാൻ മടുത്തു പോയൊരു ദിവസമായിരുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തമായ അഭിഷേകം ആ വചനം എനിക്ക് അനുഭവിക്കാനായിട്ട് പറ്റി എന്ന് പറഞ്ഞാൽ, അത് കണ്ടോ, നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലായിരുന്നത്. അത് ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. അപ്പോൾ വായിച്ചു പോയൊരു വചനമാണ്. ചില പ്രയാസങ്ങളിലാണ് ചിലത് മനസ്സിലാവുന്നത്. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഈ വചനം മുളയ്ക്കാൻ ദൈവം ചില അവസരങ്ങൾ പിന്നീട് തന്നോളും. അപ്പോൾ ഇപ്പോൾ ഏതായാലും അറിയാത്ത വചനങ്ങൾ അത് കളയരുത്, അത് സൂക്ഷിച്ചു വെക്കണം. അപ്പോൾ മരിച്ചവരിൽ നിന്ന് ഉയർക്കുക എന്നത് എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ഈ വചനം രഹസ്യമായി സൂക്ഷിച്ചു. അവർ അവനോട് ചോദിച്ചു, വാക്യം 11 വായിച്ചേ. അവർ അവനോട് ചോദിച്ചു, ഏലിയ ആദ്യം വരണമെന്ന് നിയമജ്ഞർ പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അവരുടെ ഇടയിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. നമുക്ക് 1-2 വാക്യങ്ങൾ എടുക്കാം. മലാക്കിയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം എടുത്തേ. മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 23-ഉം 24. മലാക്കി എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ അവസാനത്തെ ഗ്രന്ഥമാണ്. മലാക്കിയുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 5-ഉം 6-ഉം വായിച്ചേ. കർത്താവിൻ്റെ മഹത്തും ഭീതിജനകവുമായ ദിവസം വരുന്നതിന് മുൻപ് പ്രവാചകനായ ഏലിയായെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. ഒന്നുകൂടെ വായിച്ചേ. കർത്താവിൻ്റെ മഹത്തും ഭീതിജനകവുമായ ദിവസം വരുന്നതിന് മുൻപ് ഏലിയായെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. 6-ാമത്തെ വാക്യം. ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും. ഈ റെഫറൻസ് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? വേറെ ആരെങ്കിലും കുറിച്ച് കേട്ടിട്ടുണ്ടോ ഈ വാക്യം? ഒന്നുകൂടെ വായിച്ചേ.
കർത്താവിൻ്റെ മഹത്വം ഭീതിജനകവുമായ ദിവസം വരുന്നതിന് മുമ്പ് പ്രവാചകനായ ഏലിയായെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. ഞാൻ വന്ന് ദേശത്തെ ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും. ഈ ലൂക്കായുടെ സുവിശേഷം എടുത്തേ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 17-ാമത്തെ വാക്യം വായിച്ചേ. ലൂക്ക 1:17. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായൊരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിൻ്റെ മുമ്പേ പോകും. ആര്? യോഹന്നാൻ. മനസ്സിലായില്ലേ? കർത്താവിൻ്റെ വരവിന് മുമ്പ് ഏലിയ വരും. ലൂക്ക 1 പറയുകയാണ്, ആരാണ് ഏലിയ? സ്നാപക യോഹന്നാൻ. അപ്പോൾ ഈ ഏലിയ മിശിഹായുടെ വരവിന് മുമ്പ് വരും എന്ന പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു ജനമായിരുന്നു അവർ. അതുകൊണ്ടാണ് അവർ ഈ ചോദ്യം ചോദിക്കുന്നത്. വായിച്ചേ 11-ാമത്തെ വാക്യം. അവർ അവനോട് ചോദിച്ചു, ഏലിയ ആദ്യം വരണമെന്ന് നിയമജ്ഞർ പറയുന്നത് എന്തുകൊണ്ടാണ്? അവൻ പറഞ്ഞു, ഏലിയ എന്ത് ചെയ്തു? ഏലിയ ആദ്യമേ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കും. മനുഷ്യപുത്രൻ വളരെ പീഡകൾ സഹിക്കുകയും നിന്ദനങ്ങളേൽക്കുകയും ചെയ്യണമെന്ന് എഴുതപ്പെട്ടിരിക്കുന്ന എന്തുകൊണ്ട്? ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ വന്നു കഴിഞ്ഞു. ഏലിയ വന്നു കഴിഞ്ഞു. അവനെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ തങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തു. ഏലിയ വന്നു കഴിഞ്ഞു. ആരാണ് ഏലിയ? സ്നാപയോഹന്നാൻ. ഇവിടെ ഒരു പാരലലിസം ഉണ്ട്. ഏലിയായെ പീഡിപ്പിച്ചത് ഒരു പുരുഷനാണോ സ്ത്രീയാണോ? സ്ത്രീയാണ് അല്ലേ? ആരാണ് ആ സ്ത്രീ? ജസബൽ ആണല്ലോ. ഏലിയായെ വേട്ടയാടിയത് ഒരു സ്ത്രീയാണ്. സ്നാപയോഹന്നാനെ വേട്ടയാടിയത് ഒരു സ്ത്രീയാണോ പുരുഷനാണോ? സ്ത്രീയാണ്. മനസ്സിലാവുന്നത്? ആ പാരലലിസം ഉണ്ട് ഇവിടെ. മനസ്സിലാവും? തങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തു. മനസ്സിലാവുന്നില്ലേ? അതായത് ആഹാബ് എന്ന് പറയുന്നൊരു രാജാവ് ജസബൽ എന്ന ഭാര്യയുടെ പ്രേരണയ്ക്ക് വശംവദനായി വേട്ടയാടിയതാണ് ഏലിയായെ. അതുപോലെ ഹെറോദ് എന്ന രാജാവ് ഹെറോദിയ എന്ന ഭാര്യയുടെ പ്രേരണയ്ക്ക് വശംവദനായി കൊന്നതാണ് സ്നാപയോഹന്നാനെ. അതാണ് ആ പാരലിസം. മനസ്സിലായില്ലേ? അതാണ് ഏലിയ സ്നാപയോഹന്നാനാണ് എന്ന് ഈശോ പറയുകയാണ്. തങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഈ മിശിഹായുടെ വരവിന് മുമ്പ്, കർത്താവിൻ്റെ ദിനത്തിന് മുമ്പ് ഏലിയ വരുമെന്ന് മലാക്കി പ്രവചിച്ചത് ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ ഈശോ പറയുകയാണ്, ഏലിയ വന്നു കഴിഞ്ഞു, നിങ്ങൾ തിരിച്ചറിയാനില്ല, അത് യോഹന്നാനാണ്. ആഹാബും ജസബൽ ഏലിയായെ പീഡിപ്പിച്ചതുപോലെ ഹെറോദ് ഹെറോദിയായും യോഹന്നാനെ പീഡിപ്പിച്ച് തങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം അവനോട് ചെയ്ത് അവനെ കൊന്നുകളഞ്ഞു. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? കർത്താവ് ഇനി എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് തന്നെയാണ് മനുഷ്യപുത്രനും സംഭവിക്കാൻ പോകുന്നത്. ഇത് തന്നെയാണ്. ഇങ്ങനെ ഓരോ എപ്പിസോഡും ഇനി മരണം, ഉയർപ്പ്, നമ്മളിനി കാണാൻ പോകുന്ന എല്ലാ എപ്പിസോഡിലും കർത്താവ് ഇവരോട് പറയുകയാണ്, അതായത് ഏലിയ വന്നു കഴിഞ്ഞു, അവനെ കൊന്നു. മിശിഹായും വന്നു കഴിഞ്ഞു, അവനെ കൊല്ലും. ശിഷ്യത്വത്തിൻ്റെ വഴി പറയുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഓരോന്ന് വായിക്കുമ്പോൾ നമ്മളിതെന്താ സഹായിക്കേണ്ടതെന്നറിയാമോ? അതായത് നമ്മുടെ ദ ഹോൾ ആറ്റിറ്റ്യൂഡ് എങ്ങനെ കിടക്കുന്നത്? നമുക്ക് എല്ലാം ഫേവറബിളായിട്ട് വരണം എന്ന് എല്ലാം കംഫർട്ടബിൾ ആവണം എന്നൊരു ചിന്തയാണ് എല്ലാവരുടെയും മനസ്സിൽ കിടക്കുന്നത്. അസ്വസ്ഥതകളൊന്നും വരാൻ പാടില്ല. പക്ഷേ ശിഷ്യത്വത്തിൻ്റെ വഴി നമ്മളിനി കുറച്ച് കഴിയുമ്പോൾ മനുഷ്യപുത്രൻ കൈകളിൽ ഏൽപ്പിക്കപ്പെടും എന്ന് ഈശോ പറയുന്നൊരു പ്രവചനമുണ്ട്. അവിടെ നമുക്ക് കാണാൻ പറ്റും. ശിഷ്യത്വത്തിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ അത് അൺപ്രഡിക്റ്റബിളായൊരു വഴിയാണ്. ഇനി നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഒരു നിശ്ചയവും ഒരു വ്യക്തതയും ഇല്ലാത്തൊരു വഴിയാണത്. അപ്പം അതിന് പ്രിപ്പയർഡ് ആയിരിക്കണം എന്ന് ഈശോ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിപ്പയർഡ് ആയിരിക്കണം. എന്നോട് ഒരു കുടുംബം പറഞ്ഞു, അച്ഛാ, കഴിഞ്ഞ വർഷം, അതായത് കഴിഞ്ഞ വർഷം ഈ 2021 ജനുവരി വരെ ഒരു 10-48 വയസ്സുള്ള ഒരാൾ പറയുകയാണ്, കഴിഞ്ഞ ഈ ജനുവരി വരെ ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ ഓർമ്മയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അത്രയും പീസ്ഫുള്ളായൊരു ഫാമിലി ആയിരുന്നു ഞങ്ങളുടെ. പക്ഷെ അവിടെ മുതൽ പ്രശ്നങ്ങളുണ്ടാവാൻ തുടങ്ങി. എന്നിട്ട് കുറേ ദിവസങ്ങൾ ആ സഹനങ്ങളുടെ കണക്കെല്ലാം പറഞ്ഞു. ഒത്തിരി സഹിച്ചു ആ കുടുംബം. അപ്പോൾ ഇവരെ അലട്ടുന്ന ഒരു പ്രശ്നം എന്താ? അവർ പറയുകയാണ്, ഇത്രയും നാളൊരു കുഴപ്പമില്ലായിരുന്നു, ഇപ്പം എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? ഇങ്ങനൊരു ചോദ്യം നമ്മൾ ചോദിക്കാൻ പാടില്ല. ഏത് സമയത്തും ട്വിസ്റ്റും ടേണും ഉണ്ടാവും. ഏത് സമയത്തും
അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരിക്കണം. ശിഷ്യത്വത്തിൻ്റെ വഴി അതാണ്. യാക്കോബ് സ്ലീഹ ഇപ്പോൾ ഈ രൂപാന്തര മലയിൽ നിൽക്കുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പ്രാവശ്യം ഓർത്തിട്ടുണ്ടോ? ഞാൻ ഹെറോദ് അഗ്രിപ്പായുടെ വാളുകൊണ്ട് വെട്ടി കൊല്ലപ്പെടും. ഈശോ മരിച്ച ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കൊല്ലപ്പെട്ടു. നമുക്ക് വിചിത്രമായ വഴികളാണ് കർത്താവിൻ്റെ. യാക്കോബിനെ രക്ഷിച്ചില്ല, പത്രോസിനെ രക്ഷപ്പെടുത്തി. അപ്പോസ്തലന്മാർ, യാക്കോബ് ജയിലിൽ കിടന്നിട്ട് കർത്താവ് ഒന്നും ചെയ്തില്ല. സ്നാപയോഹന്നാൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. എന്താണെന്നറിയോ? ഇവനാണോ മെശിഹ? അങ്ങനെ ഒരു ചോദ്യം ജയിലിൽ കിടന്ന് സ്നാപയോഹന്നാൻ ചോദിക്കുന്നുണ്ട്. ഇവനാണ് മെശിഹ എന്ന് പറഞ്ഞ് വഴി ഒരുക്കി ജനത്തിന് കാണിച്ചു കൊടുത്തിട്ട് മരണത്തോടടുത്ത ദിവസങ്ങളിൽ സ്നാപയോഹന്നാൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. ഇവനാണോ മെശിഹ? എന്തുകൊണ്ടാണ് കൺഫ്യൂഷൻ ഉണ്ടായെന്നറിയാമോ? ഞാൻ ജയിലിലായിട്ട് ഇവ മെശിഹ ആണെങ്കിൽ എന്നെ രക്ഷിച്ചേനെ. മനസ്സിലാവുന്നുണ്ടോ? എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇത് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിട്ട് എന്താ ഈ ടയർ പൊട്ടിയേ? കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിട്ട് എന്താ ഈ കഷ്ടപ്പാട് വന്നേ? കർത്താവ് കൂടെ ഉണ്ടായിട്ട് എന്താ കീബോർഡ് കളഞ്ഞു പോയേ? മനസ്സിലായില്ലേ? നമുക്ക് അത് കർത്താവ് നമ്മുടെ കൂടെ ഇല്ലേ, നമുക്കത് പോകാൻ പാടില്ലല്ലോ. അങ്ങനെ പറയാൻ പാടില്ല. മനസ്സിലായില്ലേ? ഒരു കീബോർഡ് നമ്മുടെ കയ്യിലിരിക്കുന്നതിനേക്കാളും അനോയിൻറ്റിങ് ചിലപ്പോൾ കീബോർഡ് വഴി പോകുമ്പോഴായിരിക്കും വരാൻ പോകുന്നത്. നമുക്കതറിയില്ലല്ലോ. മനസ്സിലായില്ലേ? അപ്പോൾ ദൈവം ചിലപ്പോൾ ചില കാര്യങ്ങൾ കളഞ്ഞിട്ടായിരിക്കും നമ്മുടെ ആ രാത്രിയെ ഞാനിത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മളൊരു നൈറ്റ് വിജിൽ നടത്താൻ പോയപ്പോഴാണ് ഈ കീബോർഡ് കളഞ്ഞു പോയത്. അവിടെ ചെന്നിങ്ങനെ നിൽക്കുകയാണ് സാധനമൊന്നും ഇല്ലാതെ. അപ്പോൾ യൂത്തിൻ്റെ ധ്യാനമാണ് രാത്രി, ടെക്നോ പാർക്കിലെ യൂത്തിൻ്റെ ധ്യാനം. അപ്പോൾ സാധനമൊന്നും ഇല്ലാതെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, കീബോർഡ് ഉള്ളതിനേക്കാൾ അനോയിൻറ്റിങ് ചിലപ്പോൾ കീബോർഡ് വഴി പോയിട്ട് വരുമ്പോഴായിരിക്കും. നമുക്കറിയില്ല അത്. അപ്പോൾ അതുകൊണ്ട് എന്തും സംഭവിക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് നാളെ കൊണ്ട് കളയരുത്. ഒരു കൂടുതൽ അഭിഷേകം ഉണ്ടാവാൻ വേണ്ടി ഞാൻ കീബോർഡ് കളയാം അങ്ങനെ പറയരുത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ അൺഎക്സ്പെക്റ്റഡ് ടേൺ അതിനെക്കുറിച്ച് പ്രിപ്പയർഡ് ആയിരിക്കണം എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഏലിയ വന്നതുപോലെ സ്നാപയോഹന്നാൻ കടന്നു വരികയും കർത്താവിന് വഴിയൊരുക്കുകയും ചെയ്തു. നിങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം അവനോട് ചെയ്തു. കർത്താവെ, മിശിഹ വരുന്നതിന് മുമ്പ് അവിടുന്ന് വഴിയൊരുക്കാൻ അയച്ച സ്നാപയോഹന്നാൻ മരണത്തിലേക്കാണ് നടന്നുപോയത്. മിശിഹായും കടന്നു പോകേണ്ടത് മരണത്തിലേക്കാണെന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ശിഷ്യത്വത്തിൻ്റെ വഴികളിൽ ഏത് സമയവും അപ്രതീക്ഷിതമായ ചുഴികളും ഏത് സമയവും അപ്രതീക്ഷിതമായ കൊടുങ്കാറ്റുകളും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഇടയുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ വചനം. അത് സ്വീകരിക്കാനും തയ്യാറായിരിക്കാനും കർത്താവെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാവേ, അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.